നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2025 നവംബർ മാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 1201 തുലാമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ. ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. മിഥുനത്തിൽ ചന്ദ്രൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ സൂര്യനും ശുക്രനും, വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും, ധനുവിൽ രാഹു, മീനത്തിൽ ശനി. വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു 7 ദിനക്കാലം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 8 ദിവസങ്ങളാണ്. കാരണം തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ്. വൃശ്ചികം മാസം വരികയാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ കേതുവാണുള്ളത്. ചിങ്ങത്തിൽ കേതുവുണ്ട്. 3-ാം ഭാവത്തിൽ ശുക്രൻ, രവി, 4-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ൽ വ്യാഴം. ചിങ്ങൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കർമാധിപനായ ശുക്രൻ വളരെ ദുർബലമായിരുന്നു. അതിൽ നിന്നും വിഭിന്നമായി ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ, മൂലക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. അത് ലഗ്നാധിപനായ ആദിത്യനോട് കൂടിയാണ് ഒന്നിച്ചു നിൽക്കുന്നത്. ഒരു നല്ല യോഗമാണ്, സൂര്യശുക്രന്മാരുടെ യോഗം. രംഗായുധേഹി ലബ്ധസ്വം, രംഗത്തിൽ നിന്ന് ശോഭിക്കുക, ആയുധം കൊണ്ട് ശോഭിക്കുക. കർമ്മമേഖലയിൽ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ മെഷീനറിയുമായി ബന്ധപ്പെടുന്ന ലോൺ ലഭിക്കുക. അപ്രകാരം മെഷീനറിയിൽ ഡെവലപ്പ് ചെയ്ത് പുതിയ രീതിയിലൊക്കെ ഒരു കർമ്മസങ്കേതങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനുള്ള നല്ലൊരു അവസരം സംജാതമാകുന്നതാണ്. ഈ ആർട്ടുമായി ബന്ധപ്പെടുന്ന, വിഷ്വൽ ആർട്ടുമായി ബന്ധപ്പെടുന്ന അഭിനയം, സിനിമ, നാടകം, ഡാൻസ്, ഇതിലൊക്കെ തന്നെ ശോഭിക്കുവാനുള്ളൊരു അവസരം വളരെയധികം ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ തന്നെ തൗരിത്രികം, സംഗീതം, പാട്ടുപകരണങ്ങൾ ഒക്കെയുമായി ബന്ധപ്പെടുന്നവർക്ക് തന്നെ ഒരു കർമ്മമേഖലയിൽ വസന്തം സംജാതമാകുന്നു ഈ ഒരു വാരമെന്ന് അറിയുക. ഇവിടെ ദാമ്പത്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. വിവാഹസ്ഥാനം 7-ാം ഭാവത്തിൽ രാഹു, വിവാഹവിദ്യാഗ്രഹം അഷ്ടമത്തിലാണ്. 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. രതി സ്ത്രീജനെ തസ്യെന്ന്, സ്ത്രീജനങ്ങളോടുള്ള പ്രത്യേകിച്ച് ഭാര്യാവിഷയത്തിലുള്ള താല്പര്യം കുറയുക. അത് വിവാഹത്തിലുള്ള ഡൈവേഴ്സ് മുതലായ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് നീങ്ങാൻ ദമ്പതികളെ പ്രേരിപ്പിക്കുന്ന വാരമാണെന്നറിയുക. അതിനാൽ ചില നല്ല തീരുമാനങ്ങളൊക്കെ ദാമ്പത്യ വിഷയം വേണമെങ്കിൽ അത്യന്തം കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും ഒരു നല്ലൊരു വേനൽക്കാലത്ത് വരുന്ന മഴ പോലെയാണ് ഈ ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നത്. ഇത്രയും ദിവസമായി ശുക്രൻ വളരെ മോശമായിരുന്നു, നീചസ്ഥനായിരുന്നു. ശുക്രനാണ് കാമം, മദനം, വിവാഹകാരകനാണ്. അതിനാൽ ചില നല്ല കാര്യങ്ങൾക്കൊക്കെ തനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. സന്താന വിഷയത്തിൽ അങ്ങേയറ്റം സുഖം ലഭിക്കണമെന്നില്ല. ഇവിടെ സന്താനവതിയായ ഗ്രഹം ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴമാണ്. ആ വ്യാഴം 5-ലാണ്. അതുമാത്രമല്ല, ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യ അഭി, സന്താനങ്ങൾ ഉണ്ടെങ്കിലും ഒരു പൂർണ്ണമായ ഒരു തൃപ്തി സന്താന വിഷയത്തിൽ വരില്ല. അതിനാൽ മക്കളുടെ പഠന വിഷയത്തിലായാലും വൈവാഹികമായ വിഷയത്തിലായാലും അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ തന്നെ തനിക്ക് മാനസികമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കാം. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്താതെ നോക്കണം. പറ്റുമെങ്കിൽ തൻ്റെ മക്കളുടെയും നക്ഷത്രങ്ങളിൽ ഒരു ഐക്യമത്യം ചെയ്യുന്നത് വളരെ ഗുണമാണ്. വളരെയധികം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. കർമ്മമേഖല ഏതായാലും വളരെ സമ്പുഷ്ടമാണ്. കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെയും ബുധൻ്റെയും ദൃഷ്ടിയുണ്ട്. പലപ്പോഴും പല പുത്തൻ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പ് മുതലായ വിഷയങ്ങൾക്കൊക്കെ തന്നെ തൻ്റെ വിലപ്പെട്ട ഊർജം ചെലവഴിച്ചാൽ അത് വളരെ അനുകൂലമായി വരും. പുതിയ പദ്ധതികൾക്ക് ഉള്ള അംഗീകാരം സർക്കാരിൽ നിന്നും ലഭിക്കുവാനൊക്കെ ഈ ഒരു വാരം വളരെയധികം സഹായകരമായി ഭവിക്കുന്നതാണെന്ന് അറിയുക. തനിക്ക് പലപ്പോഴും ഈ ഒരു വാരം പല അംഗീകാരങ്ങളും ലഭിക്കും. ചന്ദ്രൻ വളരെ ബലവാനായി ഒരു യോഗകർത്താവായി ലഭിക്കുന്നുണ്ട്. ധാരാളം ചിന്തിച്ചാൽ പലതിനും ഉത്തരമുണ്ടാകില്ല. പലപ്പോഴും ഇയർ, നോസ്, ത്രോട്ട്, തൈറോയിഡുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും തന്നെ അങ്ങേയറ്റം അധ്വാനിച്ചാലും അതിൻ്റെ പ്രശസ്തി തനിക്ക് ലഭിക്കുമെന്ന് വരില്ല. 12-ൽ വ്യാഴമാണ്. മറ്റുള്ളവർ തൻ്റെ നേട്ടം
കൊണ്ടുപോയി വിറ്റ് കാശാക്കും. ഈ ഒരു വാരം ശ്രദ്ധിക്കണം. ധനനഷ്ടമുണ്ടായി വിധിയെ പഴിക്കും. അതിനാൽ ബുദ്ധിപൂർവ്വം ഓരോ കരുക്കളും നീക്കിയില്ലെങ്കിൽ വളരെ പ്രതിസന്ധിയിലേക്ക് പോകും ചിങ്ങൻ രാശിക്കാരെന്നറിയുക. നന്ദി, നമസ്തേ.